ഇപ്പോ സുഖം തോന്നുന്നുണ്ടോ? ആ ഉണ്ണി വരൂ, വന്നോളൂ. അന്നൊരു സ്ഥലം വാങ്ങണ കാര്യം സീതാലക്ഷ്മി അച്ഛനോട് പറഞ്ഞിരുന്നല്ലോ, അത് ശരിയായി. ഇനിയൊരു വീടുണ്ടാക്കണം. സുഖമില്ലാതെ കിടക്കുമ്പോ ഞങ്ങളുടെ കഷ്ടപ്പാട് പറയുന്നില്ല. ആലോചിച്ചാ അറിയാലോ, ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്. ഇത് രാജനാ, കടുപ്പ് ഇത്തിരി കൂടുതലാ, അകത്ത് കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പോകാൻ നോക്കുക. തന്റെ കണക്ക് ശാസ്ത്രം കേട്ട് കാത്തു നിന്നാലേ ഇപ്പൊ തന്നെ എല്ലാം തെറ്റി. അതപ്പൊ നന്നായത്, ശാസ്ത്രപ്പാരം കാണുന്നത് ഞാൻ പറയണം. താൻ വലിയൊരു എക്സ്പെർട്ട്. ഓടോ ഓടുന്നു. പിന്നെ നിങ്ങളുടെ സൗകര്യത്തിന് മാഷിയം കൊന്നു തരണം. അതപ്പൊ നന്നായത്. വേഗം പുറപ്പെടാന്നോ? ഇനി ഇവിടെ കാത്തു കെട്ടി നിന്നിട്ട് എന്താ കാര്യം? ഇപ്പൊ പോയ ട്രാൻസ്പോർട്ട് കിട്ടും. ഏട്ടത്തെയും കുറച്ചു കഴിയുമ്പോ പുറപ്പെടാറായി. നമ്മളെ വിട്ടിട്ട് പോകാൻ പറയാം. അവർക്കതൊരു വലിയ വളവല്ലല്ലോ. കാറിലല്ലോ എന്നും നമ്മുടെ യാത്ര. നീ വേഗം റെഡിയാവുന്നുണ്ടോ? എങ്ങനെ പോയാലും ഡിന്നറും തേങ്ങാക്കൊല എല്ലാം കഴിഞ്ഞാൽ നമ്മളവിടെ എത്തൂ. നാശം. എന്നോട് എന്തിനാ അതിന് ചാടി കയറുന്നത്? മനുഷ്യാവസ്ഥയല്ലേ, അങ്ങനെയൊക്കെ വരും. എല്ലാവർക്കും ഞാനൊരു നിസാറിന് ഇവിടെ. നിനക്കും നിന്റെ ഏട്ടനുണ്ടല്ലോ, ആ പ്രമാണി, അയാളുടെ ഭാവം എന്താ? ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു കാശുകാരന് മോളെ കിട്ടി 4 മുക്കാല് കണ്ടപ്പോ അയാളുടെ ഭാവം എന്താ? ഞാനൊക്കെ വെറും കൃമി, അയാളൊരു ചറ്റ. നിന്റെ അച്ഛൻ അതിലേറെ വലിയ ചറ്റ. നിങ്ങളുടെ തറവാട്ടുകാർ മുഴുവൻ കൂടി ഞങ്ങളുടെ രോഗത്തിന്റെ വിലയില്ല. ചിലക്കാണ്ട് ഒരു ഭാഗത്തിരിക്കാൻ നല്ലത്. അധികം പറഞ്ഞാ ഞാൻ സൂക്കേടൊക്കെ മാറിയിട്ട് അച്ഛൻ അങ്ങോട്ട് വരണം. കണ്ണിന്റെ ഓപ്പറേഷന് അവിടെ ഞങ്ങൾ വേണ്ട ഏർപ്പാടൊക്കെ ചെയ്യാം. കുട്ടികളെയും കൂട്ടി അടുത്ത ദിവസം വരാച്ച. എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ വിളിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നടക്കട്ടെ അച്ഛാ, ഏടത്തി വഴിക്ക് ഞങ്ങളെ വിട്ടോളും. ഇറങ്ങട്ടെ ഏട്ടാ. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വാ നടക്ക, ചില്ലറയില്ല. ഇനി വരുമ്പോഴാവട്ടെ. അതപ്പൊ നന്നായത്. അല്ല, അലിയെ നല്ലൊരു എന്താ വേണ്ടത്? എന്തോ പറയാൻ വരുന്നുണ്ട്. അച്ഛൻ സംസാരിക്കാൻ ശ്രമിക്കണ്ട, അനങ്ങാതെ കിടക്കും. ഇപ്പൊ കുറച്ച് സുഖമുണ്ടല്ലോ, ഞാനൊന്ന് പുറത്തു പോയി വന്നല്ലോ. പോയാ പിന്നെ കുടിച്ചു ബോധമില്ലാതെ കിടക്കണോടത്തുനിന്ന് നിന്നെ താങ്ങിക്കൊണ്ട് വരേണ്ടി വരും. എപ്പോഴേക്കും പോകണ്ട. പോയവരുടെ കയ്യിൽ നിന്ന് എന്തോ ചില്ലുവാനം കിട്ടിയിട്ടുണ്ടല്ലോ, അതിന്റെ വെപ്രാളമാണിത്. പോയി അടക്കളപ്പണി വിളിയുണ്ടേ നോക്ക്. അകത്ത് സഹായത്തിന് ഇപ്പൊ ഒരാളും ഇല്ലല്ലോ, അതാണൊരു വിഷമം. അവൾക്ക് ജോലിയില്ലേ? വെറുതെ എന്തിനാ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? എന്താ പറഞ്ഞത്? മാഷെന്താ പറഞ്ഞത്? അമ്മുക്കുട്ടി വരും, ഞാൻ പറഞ്ഞു. ആരാ ചാമുക്കുട്ടി? അച്ഛനേരെ കണ്ടിട്ട് കുറെ കാലമായല്ലോ. വരൂ. എപ്പോഴും തിരക്ക് തന്നെ. ഇപ്പൊ പോരാഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടാവും ഇല്ലേ? മാഷക്ക് സുഖമില്ല എന്നുള്ള വിവരം അറിഞ്ഞു. അവിടുത്തെ സ്ഥിതി ആകെ പരിഗണില്ല. കാശിനോ പണത്തിന്റെയോ കുറവല്ല, ഒന്നിനും ആളില്ല. എല്ലാവരും വന്നെന്നാരോ പറഞ്ഞു. വന്നു, മോഹം കാണിച്ചു, പോവുകയും ചെയ്തു. അടുത്ത സഹായത്തിന് അവനവന്റെ മക്കളോ മരുമക്കളോ ആരെങ്കിലും തന്നെ വേണ്ടേ? അതിനെപ്പോ ആളില്ലാത്തത്. ജമ്മം ചെയ്ത സുഹൃതം. ഇപ്പൊ അമ്മാവൻ എങ്ങനെയുണ്ട്? കുറവുണ്ട്. സംസാരിക്കാറായപ്പോ ആദ്യം ചോദിച്ചത് അമ്മുക്കുട്ടി എത്തിയോന്നാണ്. കുട്ടി, കണ്ണ് പോയാലേ കണ്ണിന്റെ കാഴ്ച അറിയൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഇപ്പൊ മാഷക്ക് അത് ബോധ്യമായിട്ടുണ്ടാവും. അമ്മുക്കുട്ടി പോണോന്ന് ഞാൻ നിർബന്ധിക്കില്ല. വയസ്സായ ആളുകൾക്ക് ഇനി എത്ര ദിവസമാണെന്ന് പറയാൻ വയ്യാത്ത അവസ്ഥയാണ്.
അവരുടെ ഒരു മനസ്സാവാൻ വേണ്ട. മനസ്താപം ഒന്നും പറയണ്ട, ഒക്കെ എനിക്കറിയാം. പക്ഷേ എന്നോട് മാഷ് പറഞ്ഞു, ഞാൻ വന്നു. കഴിഞ്ഞതിനെ പറ്റി ഇപ്പൊ ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ അമ്മുക്കുട്ടിക്ക് എന്താ ഇപ്പൊ അതുകൊണ്ട്? ഒരു ദുഃഖവും എനിക്കില്ല. ഇരിക്കൂ, വഴി നടന്നു വന്നിട്ട്. വേണ്ട, വേറെയും തിരക്കുണ്ട്. അവിടെ ചെല്ലുമ്പോ മാഷ് ചോദിക്കുമ്പോ ഞാൻ എന്താ പറയേണ്ടത്? അച്ഛന്മാർ നടന്നോളൂ, ഞാൻ. എനിക്കും അവിടെ ചില അത്യാവശ്യ ജോലികളുണ്ട്. സൗകര്യം പോലെ പിന്നെ പറയും. ഞാനൊന്ന് പോയിട്ട് വരാം. അവൻ ഇവിടെ നിൽക്കുകയാണത്രേ. ഞാനിപ്പോ പോകുന്നില്ല, എനിക്ക് തിരക്കില്ല, ലീവുണ്ട്. മുത്തച്ഛൻ എപ്പോഴാ മരിക്കുക? വാടവിടെ. എവിടുന്ന് പഠിച്ചോ നിന്റെ മാനേജ്? പറയാൻ എവിടുന്ന് പഠിച്ചോ? കേട്ടില്ലേ അവൻ പറഞ്ഞത്? ആളുകൾ എന്ത് വിചാരിക്കും? വന്നവരൊക്കെ അച്ഛനൊന്ന് മരിച്ചു കാണാൻ പ്രാർത്ഥിക്കായിരുന്നു. കുട്ടികൾക്ക് അഭിനയം അറിയില്ല, അവനുള്ളോ തുറന്നു പറഞ്ഞു പോയി. സിമ്പിൾ. എക്സ്പ്ലനേഷൻ സ്റ്റഡി ക്ലാസ് ഒന്നും വേണ്ട. ഗെറ്റ് റെഡി. ഇപ്പൊ എന്നോട് വരണം. അയൽവക്കത്ത് വേറെ 2 ജന്തുക്കളെ കൂടി കളിക്കാൻ കിട്ടിയിട്ടുണ്ട്. മതി, പുറപ്പെടും. നീ വരില്ല അല്ലേ? അവൻ ഇവിടെ നിൽക്കട്ടെ. ശരി, സൗകര്യമുള്ളപ്പോ വന്നാ മതി രണ്ടാളും. കാർ തിരിച്ചയക്കണോ? വേണ്ട. പിന്നെ എന്റെ യാത്രയെപ്പറ്റി ആലോചിച്ച് വെറുതെ വിഷമിക്കരുത്. ഇല്ലാത്ത പ്രോബ്ലംസ് ഒക്കെ വെറുതെ സങ്കല്പിച്ചുണ്ടാക്കും. അതാണ് സ്വഭാവം. ഓൾ ഫോർ ദ ബെസ്റ്റ് എന്ന് കരുതിയാൽ മതി. ആദ്യം ഈ ഇന്റർവ്യൂ കഴിയട്ടെ. വിഷ് മീ ഗുഡ് ലക്ക്. ഗുഡ് ലക്ക്. താങ്ക് യു. All for the best and good luck. മിസ്ട്രസിന് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? മിസ്ട്രസ് ആയില്ല, ട്രെയിനിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ, അബദ്ധത്തിൽ വഴി തെറ്റി വെച്ച് കാണും, അല്ലാതെ നീ വരില്ല. ഇപ്പൊ വഴിക്ക് വെച്ച് കണ്ടപ്പോ അമ്മാവനും ഇത് തന്നെ ചോദിച്ചു. അല്ല, രാജേട്ടൻ എന്താ അടുക്കളയില്? നാണിയമ്മക്ക് വാദം വരുന്നില്ല. ചീരു അടുക്കള കയറുന്നത് അച്ഛന് ഇഷ്ടമല്ല. ആള് ഗാന്ധി ശിഷ്യനാണെങ്കിലും വീട്ടിൽ അല്പം അയിത്തവും ശുദ്ധമൊക്കെ ഉണ്ട്. ടോപ്പ് സീക്രട്ടാ. എന്തേ മിസ്ട്രസ് ഒരു തിരുവിളയാട്ടം ഈ വഴിക്ക്? ഞാനൊരു ശുപാർശയ്ക്ക് വന്നതാണ്. വഴിക്ക് വെച്ച് അമ്മാവനോട് പറഞ്ഞു. കനത്തിലൊന്ന് മൂളി. വന്നാൽ ഒന്നുകൂടി നടത്തണം നിവേദനം. എഴുത്തച്ഛന്റെ സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ട്. രാജേട്ടൻ ജോലിക്കാരൊന്നും ആയില്ലേ? ജോലി ഉണ്ടല്ലോ ഇപ്പോ. ഗൃഹഭരണം, വെച്ചു വിളമ്പൽ. ശുപാർശ ചെയ്യാൻ ആരെങ്കിലും വേണ്ട പെണ്ണേ? അളിയന്മാരില്ലേ? ഓ, അടുക്കളപ്പണിക്ക് വേണമെങ്കിൽ ഇന്ന് ഞാൻ കിടന്നോളാം. ഇന്ന് മാത്രമായിട്ട് വേണ്ട, സ്ഥിരം തസ്തിക തരാലോ. രാജാ, എഴുത്തച്ഛന് തെരഞ്ഞു പോകേണ്ടി വന്നില്ല. ഭൂപണയമെങ്കിലും എന്തോ കാര്യം പറയാൻ എന്നെ നോക്കി വരികയായിരുന്നു. അത് നിന്റെ ഗുരുത്തത്തിനായി. എടോ, അടുക്കളയിലെ സ്ഥിതി എന്താ? ചോറുണ്ട്, പപ്പടം കാച്ചണം, പിന്നെ ഒരു... ഞാൻ അടുക്കള നോക്കാം, ഒരു 5 മിനിറ്റ്. എഴുത്തച്ഛന്റെ സ്കൂളിലേക്ക് നിനക്കെത്ര നടക്കണം? 3 നാഴിക. ഇവിടുന്ന് പോവാച്ചാലോ? അത്രയില്ല. നീ ഇവിടെ താമസിച്ചിട്ട് പോയാൽ എന്താന്നാ ഇപ്പൊ ഞാൻ ആലോചിക്കണം. രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോവാനൊക്കെ സമയം ഉണ്ടാവോ?
ഇവൻ എന്തെങ്കിലും ഒരു പണി കിട്ടിപ്പോയാൽ ഇവിടെ ആരാ ഉള്ളത്? അപ്പൊ അമ്മുക്കുട്ടിയുടെ വീട് പൂട്ടിയിടുവോ? നീ പറയണത് കേട്ടാ തോന്നും അവിടെ കൊട്ടാരവും കെട്ടിയിരിപ്പുള്ള സ്ഥലമാണ്. പറമ്പില്ലക്കാരുടെ. പഴയ ആധാരപ്രകാരം ഇറവെള്ളം വീഴുന്ന സ്ഥലത്തിനെ അവകാശമുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രം. ശനിയും ഞായറും ഇടയ്ക്കൊന്ന് പോയി നോക്കാം. എന്റെ സൗകര്യം പോലെ മതി. തലയിലെഴുത്ത്. അല്ലെങ്കിൽ 10-45 വയസ്സിൽ എടുത്തിട്ട പോലെ അവളെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. എന്റെ തലയിലെഴുത്ത് അതാണ്. BA പോയ നേരത്ത് ഞാനും വല്ല TTC എഴുതാൻ നോക്കിയാൽ മതിയായിരുന്നു. വീട്ടുമുറ്റത്ത് 10-300 റുപ്യ പരമസുഖം. 300 431 രൂപ 90 പൈസ, 10 പൈസ റവന്യൂ സ്റ്റാമ്പിന്റെ. അപ്പോ ഇനി എനിക്ക് ധൈര്യമായിട്ട് കടം ചോദിക്കാം. അല്ലെങ്കിൽ എന്തൊരു കടം? താമസം ഭക്ഷണ ചെലവ് വകയിൽ 200 രൂപ എന്റെ കയ്യിൽ അച്ഛനറിയാതെ. വേണ്ട, 200 വേണ്ട, 150 മതി. പോട്ടെ, നമ്മുടെ അമ്മുക്കുട്ടിയല്ലേ എന്ന് വിട്ടുവീഴ്ചയെ. ഓൾറെഡി പിന്നെന്താ? പിന്നെ ഗ്രഹഭരണ അടുക്കളപ്പണി 5 മണിക്ക് എണീറ്റ് പണി തുടങ്ങിയാലേ 9:30 ഇറങ്ങാൻ ഒക്കൂന്ന് ഓർക്കണം. വക 2 തരേണ്ട സംഖ്യ 300 കഴിച്ച് മാസം 1-ാം തീയതി കൃത്യമായി ടീ കക്ഷിക്ക് 150 തരേണ്ടതാകുന്നു. സമ്മതം? ഷൈലോക്ക് തന്നെ. ആരാര്? ഷൈലോക്ക്, നിനക്കറിയില്ല? എന്താ നല്ല വർത്താനം എന്തെങ്കിലും ഉണ്ടോ? നല്ലതാണോന്ന് അറിഞ്ഞൂടാ. MBAക്ക് സെലക്ഷൻ കിട്ടി. എന്ത് കാര്യം? ഇത് ഏട്ടത്തിയുടെ സാരോപദേശം. വിഷയം പതിവ് പോലെ ജാതകഫലം. ഗുണപാഠം എന്തെന്ന് വെച്ചാൽ നക്ഷത്രങ്ങളുടെ ദൈവന് കാത്തിരിക്കുക. ഇത് സീതാലക്ഷ്മിയുടെ ഭർത്താവിന്റെ വക. തത്വജ്ഞാനം മറ്റൊരു വകുപ്പിൽ. സ്ഥിരപ്രയത്നത്തിന്റെ മഹത്വം എന്ന് തലക്കെട്ട്. ഇടയ്ക്ക് തോന്നും വണ്ടി കയറി ഒരു പോക്കങ്ങ് പോയാലോ, വല്ല കൽക്കത്തയിലോ ബോംബെയിലോ ചെന്ന് വിട്ടാൽ എന്ത് ജോലിയെടുത്ത് ജീവിക്കാമല്ലോ. അങ്ങനെ ഓടിപ്പോവേണ്ട ഗതികേടൊന്നും ആയിട്ടില്ല. വഴിക്ക് വെച്ച് കാണുന്ന ഗുണകാംക്ഷികളുടെയൊക്കെ ഉപദേശം വേറെ. നമ്മുടെ മറ്റേയാളെ ചെന്ന് കണ്ടാൽ, മറ്റേയാളെ മുഖേന ഇയാളെ ചെന്ന് കണ്ടാൽ തയ്ക്ക് തന്നെ. എന്തേ വൈകിയത്? പഞ്ചായത്തിൽ ക്ലർക്കായി മാറ്റം വന്നൊരു സ്ത്രീ കാണാൻ വന്നു. അവർക്ക് ചെറിയൊരു വീട് വേണം വാടകയ്ക്ക്. എന്നിട്ട് കൊടുത്തു. 2 സ്ഥലം, 60 രൂപ വാടക, 3 മാസത്തെ വാടക അഡ്വാൻസ്. ഇപ്പോഴേ ഞാൻ പഴയ അമ്മക്കുട്ടിയൊന്നുമല്ല, ജന്മി ശമ്പളക്കാരി. 1-ാം തീയതി ഞാൻ വാടക പിരിക്കാൻ ഒരു ഇറക്കമുണ്ടിന്. ഷൈലോക്ക് തന്നെ. നീ എന്തേ വൈകിയേ? കണ്ണില് മരുന്ന് ഒറ്റിച്ചിട്ടില്ല. ഏട്ടത്തിലെ കത്തുണ്ട് പത്മനാഭന്റെ. പത്മനാഭന് ചെറിയൊരു വീടുണ്ടാക്കണം. അച്ഛനും പിന്നീട് അവിടെ താമസിക്കാം. അച്ഛനെ കാണിക്കണം എഴുതിയിട്ടുണ്ട്. വായിക്കേണ്ട കാര്യമില്ല. ഒറ്റയ്ക്ക് ഇവിടെ ഞാൻ കഴിയുന്നതിലും ഭേദം ഇത് വിറ്റ് ആ കാശ് അവനെ ഏൽപ്പിച്ച് അവന്റെ കൂടെ ഞാൻ പരമസുഖമായിട്ട് കഴിയുക. അതല്ലേ കാര്യം? കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ MBAക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. MBAക്ക് സെലക്ഷൻ കിട്ടാച്ചാൽ തന്നെ വലിയ അത്ഭുത. എന്തോ ഭാഗ്യം. എറണാകുളത്ത് 2 കൊല്ലം അല്ലേ? MBA കേമാന്ന് എനിക്കും അറിയാം. പ്രോവിഡന്റ് ഫണ്ട് കിട്ടിയത് മുഴുവൻ ചെലവ് ചെയ്താ സീതാലക്ഷ്മിയുടെ കല്യാണം നടത്തിയത്. ഒന്നും വേണ്ട എന്ന് പറഞ്ഞ കൂട്ടർക്ക് അവസാനമായപ്പോ 25 പവൻ കല്യാണ ചെലവിന് വേറെ. ഇപ്പോ 1-2 കൂട്ടർ കടക്കാരനാണ് ഞാൻ. MBBSന് കിട്ടുന്നതിനേക്കാൾ വലുതാണെന്നറിയാം. പക്ഷേ കഴിയണ്ടേ രാജാ? സ്കൂളിൽ പോയില്ലേ? ശനിയാഴ്ചയല്ലേ? എവിടെയൊക്കെ പോയി? തൃശ്ശൂര്, എറണാകുളത്ത്. വിശാലടുത്ത് എന്ത് പറഞ്ഞു? എന്നാ MBAക്ക് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്? ആ കാര്യം ഞാൻ മറന്നു, വിട്ടു. പോട്ടെ, വല്ല ഗുമസ്തപ്പണി കിട്ടിയാലും മതി. അതേ ഇപ്പൊ മോഹമുള്ളൂ. അരിഷ്ടിച്ച് കഴിയാച്ച മാസം ഒരു 350 ഉറുപ്പ്യ ഉണ്ടാവോ ടൗണിലൊക്കെ? എന്നാ നീ വല്ല പണിയും കണ്ടു വെച്ചിട്ടുണ്ടോ? എനിക്കും ഇത് പറയേ, ഒരു 350 ഉറുപ്പ്യ കൊണ്ട് കഴിയാൻ പറ്റുമോ? അരിഷ്ടിച്ച കയ്യിലൊരു പുതിയ കാര്യമൊന്നുമല്ല. എന്നാ പഠിക്കുന്ന നേരത്തെ ആവശ്യത്തിന് പണം കിട്ടിയിട്ടുള്ളത്. 4 ഷർട്ടും പാനും കൊണ്ട് 5 കൊല്ലം ഞാൻ കോളേജിൽ പോയത്. പരാതിയല്ല, അച്ഛൻ അത്ര അയക്കാൻ പറ്റിയിരുന്നുള്ളൂ. പുറമേ നിന്ന് കാണുന്നവർക്ക് എന്താ കുറവ്? വലിയ വീട്, പറമ്പ്. എന്നാലേ ഇനിയും പഠിക്കാൻ ചേരണം. പണം മാസാമാസം എത്തും. ഞാൻ അയക്കും. ഭ്രാന്ത്. നിനക്ക് ചിലവില്ലേ?
ഈ ചെറിയ ശമ്പളം വെച്ചുകൊണ്ട് നീ എന്നെ പഠിപ്പിക്കാനായി ഭ്രാന്ത് പറയാതെ. എനിക്കെന്താ ചെലവ്? ഞാൻ കണക്കൊക്കെ ശരിക്ക് കൂട്ടിയിട്ട് തന്നെയാണ് പറഞ്ഞത്. ഷൈലോക്ക് അമ്മക്കുട്ടിക്ക് കണക്ക് തെറ്റില്ല. ഞാൻ അമ്മാവനോട് പറയട്ടെ. നിക്ക് നീ അങ്ങനെ വല്ലതും അവിടെ പോയി പറഞ്ഞ ഇവിടെ അട്ടഹാസങ്ങൾ ഉണ്ടാവും. പിന്നെ വെട്ടി നുറുക്കിക്കളയും. മകളുടെ ഭർത്താവിനോട് പോലും പറയാൻ അഭിമാനം സമ്മതിക്കാത്ത ആളാ. എന്നെ കാണണം. അതിന് ബെറ്റ് വേറെ. ധൈര്യമുണ്ടോ? അതിനുള്ള സൂത്രമൊക്കെ എനിക്കറിയാം. കണ്ടോളൂ. രാജാ, എറണാകുളത്ത് പോകാനുള്ള ഏർപ്പാട് എന്താച്ചാ ചെയ്തോ. അമ്മുക്കുട്ടിയുടെ ശമ്പളം ഇവിടെ എന്നോട് സൂക്ഷിക്കാനാ പറയണ. തൽക്കാലം അതെടുക്കാം. അവള് പറഞ്ഞ പോലെ പണം വെറുതെ ഇരുന്നാ ഇരട്ടിക്കില്ലല്ലോ. പക്ഷേ അമ്മുക്കുട്ടിക്കും സ്വന്തം ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ? അവൾക്കെന്താ ചെലവ്? പിന്നെ അവളെന്ന് പറഞ്ഞാൽ അന്യല്ലല്ലോ. അവക്കാരാ ഉള്ളത്? നമ്മളൊക്കെ തന്നെ. അവക്കൊരാവശ്യം വരുന്ന കാലത്ത് ഒക്കെ ചെയ്യേണ്ടത് ഞാൻ തന്നെ. അവളുടെ അമ്മയ്ക്ക് യോഗം ഉണ്ടായിരുന്നില്ല. കഷ്ടപ്പെട്ട് 10 അക്ഷരം പഠിപ്പിച്ച് അവളെ കൊണ്ട് അനുഭവം ഉണ്ടാവണ കാലായപ്പോ നിന്റെ അമ്മയ്ക്കും അവളെ കഴിച്ചിട്ടേ ഒരാളുണ്ടായിരുന്നു. എന്റെ പെങ്ങളായതുകൊണ്ട് മാത്രമല്ല, മനസ്സ് അത്ര നല്ലതായിരുന്നു. ആ ഗുണമൊക്കെ ഇവക്കും കിട്ടിയിട്ടുണ്ട്. നന്നായി വരട്ടെ. എന്നോ യാത്ര? നീ എന്നെ വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ് പെടുത്തിയത്. കടപ്പാടുകൾ ആരിൽ നിന്നായാലും കടപ്പാടുകൾ കാൽച്ചങ്ങലകളാണ്. എനിക്കിതൊന്നും ഇഷ്ടമല്ല. നോക്കൂ, ഞാൻ കെട്ടിയിടാൻ വരുന്നില്ല. ത്യാഗം ചെയ്ത് വലുതാക്കിയത് ഈ ഞാനാണെന്ന് അവകാശം പറയാനും വരില്ല. ആവശ്യങ്ങൾ വന്നപ്പോൾ ഒരു നിമിത്തം പോലെ ഞാനുണ്ടായി. അങ്ങനെ കരുതിയാൽ മതി. പണം പലിശ സഹിതം ഞാൻ പിന്നെ അമ്മാന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തോളാം. പിന്നെന്ത് കടപ്പാട് രാജേട്ടന്? നാളെ പോവാ. പിന്നെ അച്ഛന്റെ 350 പുറമെ ജന്മി വല്ല 2-3 ഒക്കെ തരേണ്ടി വരും. വല്ലപ്പോഴും ഒരു സിനിമ, ഹോട്ടലിൽ നിന്നൊരു ചായ. ഹോട്ടൽ ചായ വേണ്ട. ഹെഡ് ഓഫീസിന്റെ സാങ്ഷൻ ഇല്ല. ഒരു സ്റ്റവ്, ചായപ്പൊടി, പാൽ ടിന്ന്, മണ്ണെണ്ണ, ഇതൊക്കെ വാങ്ങാൻ കുറച്ച് മൂലധനം വേറെ തരും. പിന്നെ സിനിമ മാസത്തിലൊന്ന്. 2 ആയിക്കോട്ടെ, അത് സമ്മതം. അതിനൊരു വകുപ്പുണ്ട്. ഇവിടെ വരുമ്പോ കഥ വള്ളിപുള്ളി തെറ്റാതെ കൃത്യമായി പറഞ്ഞുതരണം. ഇനി വല്ല സംശയങ്ങളുണ്ടോ കുട്ടി? നിന്റെ അടുക്കളപ്പണി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എനിക്കിന്ന് ഉറങ്ങാൻ പാടില്ല. അതറിയില്ലേ? എന്ത് വിശേഷം? ശിവൻ 3-ാം തൃക്കണ്ണ് തുറന്ന് ദഹിപ്പിച്ച ഒരു വിദ്വാനുണ്ട്. പുള്ളിയെ ഒന്ന് ജീവിപ്പിച്ചെടുക്കേണ്ട ബാധ്യതയുണ്ട് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക്. തിരുവാതിര. നാളത്തെ വ്രതം വേറെ. കാമദേവനല്ലേ മൂപ്പര്? കുറച്ചു മുമ്പ് ഇവിടെ എവിടെയൊക്കെയോ കറങ്ങി നടക്കുന്ന. അമ്മാവൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് സമയമായി. എണ്ണക്കുപ്പി, അച്ചാറ്, കായ വറുത്തത് എല്ലാം വെച്ചിട്ടുണ്ട്. പോകുമ്പോ എല്ലാം എടുത്തോണ്ട് ഞാനൊരു 11-ന് ഇറങ്ങും. അടുത്ത മാസം 2 ലീവുണ്ട്. വേണ്ട, 2-3 ദിവസത്തെ ലീവിന് വരണ്ട. വെക്കേഷന് വന്നാ മതി. ജന്മിയുടെ കൽപ്പന പോലെ പണച്ചിലുമല്ലേ യാത്ര. അതുകൊണ്ടല്ല, ആ സമയം കൂടി പഠിക്കാലോ. കത്തെഴുതണം. ആ എനിക്ക് വേറെ കത്തെഴുതണം. അമ്മാവിനുള്ള കത്തിന്റെ അടിയില് അമ്മുക്കുട്ടിക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു എന്നൊരു വാചകം ഉണ്ടായ പോരാ. അതിന് എക്സ്ട്രാ ചിലവ് വന്നാല് 6 പിച്ചിക്കത്തി. പോയി വരും. കാശിന്റെയും പണത്തിന്റെയും കണക്ക് ഞാൻ തമാശ പറഞ്ഞതാണ്. അവിടെ കഷ്ടപ്പാടുണ്ടാവരുത്. എന്താവശ്യം വന്നാലും എനിക്ക് എഴുതണം. ഞാനുള്ളപ്പം ഒരു ബുദ്ധിമുട്ടും വരരുത്. ഇല്ല, വരില്ല. കത്തെഴുതാം.
നിനക്ക് സ്കൂളില്ലേ? 9:30 പോവായി. രാജേട്ടന്റെ പെട്ടിയും സാധനങ്ങളും വെക്കായിരുന്നു. എന്താണോ ഈ നിലാവത്ത് കോഴിയെ അഴിച്ചു വിട്ട പോലെ എന്ന് പറയാറേ ഉള്ളൂ. ദേ ഈ അവസ്ഥ തന്നെ. താൻ പതിവില്ല എന്ന് എനിക്കറിയാം. എന്നാലും ശകലം മിനിങ്ങിയോ? ഹേയ്, നാട്ടിൽ നിന്ന് വന്നൊരു കത്ത് വായിച്ചിരിച്ചു പോയതാ. ഒരു ബിയർ അടിക്കാൻ വേണ്ടി ബാറി കയറി. അപ്പൊ 3 പ്രൊഫസർമാർ ഓട്ടേനെ തടയപ്പി. സാറന്മാരെ സൽക്കരിക്കാനുള്ള വക ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒറ്റ മുങ്ങല്. ഒന്ന് മതിയാക്കണോ? പ്രേമലേഖനമാണെങ്കിൽ കൂടി എത്ര വട്ടം വായിക്കാം? പിന്നെ പ്രേമവും മണ്ണാങ്കട്ടെ. നീ ഒന്ന് വായിച്ചോളൂ. നീ വായിച്ചോടെ, ഞാൻ കേൾക്കാം. ആകാശവാണി രായിരനെല്ലൂർ കേന്ദ്രത്തിൽ നിന്നുള്ള വാർത്തകളാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത്. വായിക്കുന്നത് അമ്മക്കുട്ടി. 3 ജനനങ്ങൾ, ഒരു വിവാഹം, ഒരു ആത്മഹത്യാശ്രമം എന്നിവയാണ് കഴിഞ്ഞ 3 മാസത്തിനകത്തെ സംഭ്രമജനകങ്ങളായ സംഭവങ്ങൾ. മരിപ്പിക്കുന്നതിൽ വിദഗ്ധനായിരുന്ന ശ്രീ ചാത്തു നായരുടെ നിര്യാണത്തിൽ ജനപ്രതിനിധികൾ ദുഃഖം രേഖപ്പെടുത്തി. തൽസ്ഥാനമേറ്റ ശ്രീ കുട്ടിനാരായണനെ ദേശവാസികൾ സ്വാഗതം ചെയ്തിരിക്കുന്നു. വിദേശത്ത് വിദ്യാഭ്യാസത്തിന് പോയവർ അന്താരാഷ്ട്ര നാണയനിധിയുടെ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കേണ്ടതാണെന്ന് രാജ്യസഭ പ്രമേയം പാസാക്കി. ആഭ്യന്തര വകുപ്പിന് അവരെപ്പറ്റിയുള്ള ഉത്കണ്ഠ അറിയിക്കാൻ രാഷ്ട്രത്തലവൻ ഗൃഹഭരണ വകുപ്പിന്റെ മന്ത്രി ഷൈലോക്കിനെ ചുമതലപ്പെടുത്തി. സ്വപ്നം കാണൽ, മൂന്നാംകട പുസ്തകങ്ങൾ വായിക്കൽ, പകലുറക്കം എന്നിവ മാറ്റിവെച്ച് മുഴുവൻ സമയം രാഷ്ട്രസേവനത്തിനിറങ്ങുവാൻ പ്രസ്തുത യുവാക്കളോട് മന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നു. സ്പോർട്സ് മുറ്റമടിക്കാരി ചീരുവിന്റെ ടീമിനെ ഭർത്താവായ കശ്മലൻ നാണുവിന്റെ ടീം കയ്യാങ്കളിയിൽ ദയനീയമായി തോൽപ്പിച്ചു. ക്യാപ്റ്റൻ ചീരു ചില്ലറ പരിക്കലോടെ രക്ഷപ്പെട്ടു. അവസാനമായി കാലാവസ്ഥ. ഒടിമഴ പെയ്തത് കാരണം മത്താക്കുമ്പളം തുടങ്ങിയ കൃഷികൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അമ്പലക്കുളത്തിലെ ജലവിധാനത്തിൽ പറയത്തക്ക വ്യത്യാസമൊന്നുമില്ല. വാർത്തകൾ കഴിഞ്ഞു. ഫാന്റാസ്റ്റിക്. ഈ കത്തെഴുതിയ കക്ഷിയെപ്പറ്റി ഒന്ന് ഗസ് ചെയ്തേ. ചുമ്മാ ഒരു ഗസ് വർക്ക്. ഫലിത സാഹിത്യം എഴുതുന്ന പെണ്ണുങ്ങളില്ലല്ലോ. പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ജേർണലിസത്തിൽ ഡിപ്ലോമ പഠിച്ചിട്ടാവണം. ഈ തടിച്ചവർക്കാണല്ലോ ഹ്യൂമർ. എലിമെന്ററി സ്കൂളിലെ ടീച്ചറാ കക്ഷി. ഷീസ് വണ്ടർഫുൾ. തന്റെ ഉം. താൻ ഭാഗ്യവാനാണോ? ദേ, ഈ പെണ്ണുങ്ങൾക്കില്ലാത്തൊരു സാധനമാണ് നർമ്മബോധം. ലോകത്തെ നോക്കി ഒരു അല്പം ചിരി, അതുള്ള ഒരുത്തെ കിട്ടിയ പരമഭാഗ്യം. ഒന്ന് വലി. ഇടയ്ക്കല്ലേ ഈ ഒരു ദുശീലമെങ്കിലും ഈ അനിൽകുമാറിന്റെ കൂടെ താമസിച്ച് പഠിച്ച ഒരുത്തിന് കിട്ടിയില്ലെന്ന് പറഞ്ഞാ മോശം. സൂര്യവംശത്തിന് ആകെ അപമാനം. വിശുദ്ധനാവാനല്ല, സാമ്പത്തികം വേണ്ടേ? ദാരിദ്ര്യം മാറുമ്പോ കുറേശ്ശെ തുടങ്ങണം. സമയം വരട്ടടോ. ഞാൻ 14 വയസ്സിൽ തുടങ്ങി. കാശുണ്ടായിട്ടല്ല. ഇമ്പാല ശങ്കരപ്പിള്ള എന്ന് പറയുന്ന എന്റെ ഫാദർ ഭയങ്കര ടെററാണ്. ആദ്യം ഇമ്പാല കാറായതുകൊണ്ട് ടൈറ്റിൽ. വീട്ടിൽ കാശുണ്ട്, പക്ഷെ തൊടിക്കത്തില്ല. മോഷ്ടിച്ചാണ് ആദ്യ സീർട്ട് വാങ്ങി വലിച്ചത്. അതൊരു വാശിക്ക്. അയൽവക്കത്ത് എന്റെ പ്രായക്കാരി പെൺകുട്ടിയുണ്ട്. അവളെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കണം എന്നുള്ള വാശി. ആ, കഥയിൽ പെണ്ണ് രംഗപ്രവേശം ചെയ്തപ്പോ അവൻ ഇൻട്രസ്റ്റ് ആയി. നിന്റെ കേസ് പോലെ പെറ്റ് വീണപ്പോഴേ നിന്റെ പേരിൽ വരവ് പിടിച്ച ലൈസൻസ് ഉള്ള പ്രേമമല്ല വിഷയം. ഞങ്ങൾ ഒരേ ഏജ്. അതാണ് ഏറ്റവും വലിയ ദുരന്തം ഒരു 14കാരന്. അറിയോ? കവി പാടിയിട്ടുണ്ട്. മരം തളിർക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒപ്പം മുളച്ചീടിന് വല്ലി പൂത്തു. അതിന് നീ കവിത വായിച്ചിട്ടുണ്ടേ? പ്രോബ്ലം ഊഹിക്കാം. മീശ കറപ്പിച്ച് യുവാവാൻ നോക്കി, പക്ഷെ കരി തേക്കാനുള്ള ഫൗണ്ടേഷൻ ഇല്ല. അപ്പോ ഞാനൊരു യുവാവ്, നിന്റെ കാമുകൻ ഇതാ അയൽവക്കത്ത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പുല്ലുപോലെ സീർട്ട് വലിച്ച് അവിടെ ചുറ്റുവട്ടത്തേർന്ന് കറങ്ങി. അത് കണ്ട് ആസ്വദിച്ച അവളല്ല, അവിടെ മുത്തശ്ശി. ആ തള്ള എന്റെ മുത്തശ്ശി തള്ളെടുത്ത് റിപ്പോർട്ട്. ഫലം ഇമ്പാല ശങ്കരപ്പിള്ള സീമന്തപുത്രനെ ചാട്ടവാറുകൊണ്ട് അഹോരാത്രം ഓമനിക്കുന്നു. ഇപ്പോഴും അയലോകത്തുണ്ടോ കഥാപാത്രം? അവൾക്ക് 14 വയസ്സുള്ളപ്പം അവളെക്കാൾ ഇരട്ടി പ്രായമുള്ള ഒരു മുരടം പട്ടാളക്കാരൻ കെട്ടി. ലോകത്തോട് മുഴുവൻ രോഷം കൊണ്ട് ഞാൻ കല്യാണ വീടിന് ചുറ്റും ചുരമാന്തി കൊണ്ടാടുന്നു. ഞാൻ പ്രേമിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ ഒരു 16കാരൻ എന്ത് അർഹത? പക്ഷെ അവൾക്കറിയാമായിരുന്നു. കാഫ് ലവ് എല്ലാവർക്കും അങ്ങനെ എന്തെങ്കിലും കാണും ടീനേജില്. അല്ലല്ലോ, അവൾ ഇപ്പോഴും ഉണ്ട്. 3 കൊല്ലം കഴിഞ്ഞ് അയാൾ ഉപേക്ഷിച്ച് തിരിച്ചെത്തി. ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോഴും ഞാൻ അവളെ സ്നേഹിക്കുന്നു എന്നുള്ള സത്യം. പഴയതിനേക്കാൾ ആവേശത്തിൽ. അവൾ കാണരുത്, സംസാരിക്കരുത്, എഴുതരുതെന്നൊക്കെ പറഞ്ഞ് വിലക്കി. ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. ഒരു കല്യാണം തെറ്റി പിരിഞ്ഞു വന്നവൾ ഇമ്പാല ശങ്കരപ്പിള്ളയുടെ ദാസന്റെ മകൾ. ദാസൻ എന്ന് വെച്ചാ വെറും ദാസൻ തന്നെ, കാര്യസ്ഥൻ. തന്റെ വീട്ടുകാർക്കറിയോ?
ആ സംശയമുണ്ട്. പക്ഷെ ഞാൻ ഇത്ര സീരിയസ് ആണെന്ന് അവർക്കറിയില്ല. ഓ ചെറുക്കനൊരു നേരം പോക്ക്, പാവപ്പെട്ട വീട്ടിലെ പെണ്ണ്, അതും ഭർത്താവ് ഉപേക്ഷിച്ചവൾ, അപ്പൊ ഒരു തമാശ എന്നൊക്കെ കരുതിയിട്ടുള്ളൂ. പക്ഷേ 14 വയസ്സിൽ കത്തി തുടങ്ങിയ തീ ഇപ്പോഴും കെടാതെയുണ്ട്. എന്ത് ചെയ്യും? പേര്? ഇത്രേ സുന്ദരമായ ഒരു പേര് ലോകത്ത് ഒരൊറ്റ പെൺകുട്ടിക്ക് ഉണ്ടാവില്ല. സിന്ധു. ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. പഠിപ്പുള്ളവർ, കാശുള്ളവർ, പക്ഷേ നത്തിങ്. മനസ്സിൽ അവളെ ഉള്ളൂ, സിന്ധു. ഞാൻ എന്ത് ചെയ്യും? ആർ യു വെരി സീരിയസ്? യെസ്. ആകെ നമുക്കൊരാഴ്ചയേ ഉള്ളൂ. അത് മനുഷ്യന്റെ ആഗ്രഹം പോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ കാര്യം? മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനാണോ അവനവന്റെ കല്യാണം? ചിയേഴ്സ്. നിന്റെ അമ്മക്കുട്ടിക്ക് ഷീസ് ഫാന്റാസ്റ്റിക്. ചിയേഴ്സ്. എന്റെ സിന്ധുവിന് ഷീസ് ഓൾസോ ഫാന്റാസ്റ്റിക്. ചിയേഴ്സ്.